ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ലോകേഷിന്റെ രജനികാന്ത് നായകനെത്തിയ സിനിമയാണല്ലോ കൂലി. 1.5 വർഷം മുന്നേ, അതല്ലെങ്കിൽ 1.25 വർഷം മുന്നേ 2023 ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ലോകേഷിന്റെ തന്നെ വിജയ് നായകനെത്തിയ സിനിമയാണല്ലോ ലിയോ. അന്ന് ലിയോ മറികടന്ന പല റെക്കോർഡുകളും രജനികാന്ത് നേടിയെടുത്ത റെക്കോർഡുകളായിരുന്നു. ഇപ്പോഴത്തെ അതേ ലിയോയുടെ റെക്കോർഡുകൾ 2 വർഷത്തെ ആയുസ് പോലും ലിയോയ്ക്ക് കൊടുക്കാതെ രജനികാന്ത് ഇന്ന് കൂലിയിലൂടെ മറികടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 2 റെക്കോർഡുകളിലേക്ക് വരികയാണെങ്കിൽ 2.0 എന്ന സിനിമ 2018 നേടിയെടുത്ത 95 കോടി FT കളക്ഷൻ. പിന്നെ ഒരു തമിഴ് സിനിമ മറികടന്നത് 2023 ലിയോ എന്ന സിനിമയുടെ കളക്ഷനിലൂടെയായിരുന്നു. 148 കോടിയായിരുന്നു ലിയോയുടെ ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് ഗ്രോസ്. ഇപ്പോഴത്തെ ഇന്നത്തെ മുഴുവൻ കളക്ഷൻ വരുന്നതിന് മുന്നേ തന്നെ കൂലി എന്ന സിനിമ ലിയോയുടെ FT കളക്ഷൻ മറികടന്നു എന്ന് നമ്മുടെ ഭൂരിഭാഗം ട്രാക്കേഴ്സും അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 148 കോടിയല്ല, 150 കോടിയും കിടക്കും, 160 കോടി കിടക്കാൻ വരെ ഇപ്പോൾ സാധ്യതയുണ്ട് കൂലിക്ക് ആദ്യ ദിവസം എന്നൊരു റിപ്പോർട്ടാണ് ഞെട്ടിക്കുന്ന ലെവലായിട്ട് ഇപ്പോഴത്തെ വന്നു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നെരിപ്പിട നോക്കി പറയാവുന്ന കളക്ഷനാണ് രജനികാന്തിന്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു നെരിപ്പ് നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ കൂലിക്ക് പോലും ഇനിയും നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് ഡൗട്ടുള്ള ഒരു ഹൈപ്പാണ് കബാലി എന്ന സിനിമയ്ക്കുള്ളത്. രജനിയുടെ കരിയറിലെ തന്നെ വലിയ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം പ്രേക്ഷകരെ വലിയ രീതിയിൽ തന്നെ നിരാശപ്പെടുത്തിയ സിനിമയാണല്ലോ കബാലി. ആ കബാലിയുടെ ആദ്യ ദിവസത്തെ ഓവർസീസ് കളക്ഷൻ പിന്നെ ഒരു തമിഴ് സിനിമയ്ക്ക് മറികടക്കാനായിട്ട് 7 വർഷമാണ് വേണ്ടി വന്നത്. 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ ലിയോ എന്ന സിനിമ ആദ്യ ദിവസം ഓവർസീസിൽ $8.15 മില്യൺ നേടിയെടുത്തതോടെയാണ് കബാലിയുടെ ആദ്യ ദിവസത്തെ ഓവർസീസ് റെക്കോർഡ് കളക്ഷൻ മറികടക്കാനായിട്ട് മറ്റൊരു തമിഴ് സിനിമയ്ക്ക് കഴിഞ്ഞത്. ഇപ്പോഴത്തെ അതേ ലിയോയ്ക്ക് 2 വർഷത്തെ ആയുസ് പോലും നമ്മുടെ തലൈവർ രജനികാന്ത് നൽകുന്നില്ല. കൂലി എന്ന സിനിമ ആ ലിയോയുടെ ഓവർസീസ് ഫൈനൽ കളക്ഷൻ മറികടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ $8 മില്യൺ മുകളിൽ, എന്നാൽ 70 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ എന്നർത്ഥം. ഇനി $9 മില്യൺ എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. എല്ലാ അർത്ഥത്തിലും രജനികാന്തിന്റെ കൂലി എന്ന സിനിമയുടെ ഒരു പവർ തന്നെയാണ് ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും ഈ ബോക്സ് ഓഫീസ് പവർ നിലനിൽക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂലിയുടെ അടുത്ത ദിവസങ്ങളിലെ ഇതുപോലെയുള്ള ആവേശകരമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്, റെക്കോർഡ് വാർത്തകൾക്ക്.